പാത്രത്തിൻ്റെ ഉള്ളിലേ നിധി പോലെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാണിച്ചു തരാൻ പോണത്. ദാ കണ്ടോ, ഈ വർഷത്തെ ആദ്യത്തെ വരിക്കച്ചക്ക, അതും നല്ല പഴുത്ത മധുരമുള്ള വരിക്കച്ചക്ക. ഒരു വർഷമായി ഞാൻ പഴുത്ത വരിക്കച്ചക്കൊക്കെ തിന്നിട്ട്. അപ്പോൾ പിന്നെ ഇത് നിധി പോലെ കാത്തു സൂക്ഷിക്കാതെ നിൽക്കുമോ? അകപ്പാടൊരു കുഞ്ഞു കഷ്ണം കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേഗം മുറിച്ച് നമുക്ക് ചുളരിഞ്ഞ് കഴിച്ചു വെക്കാം. കൈമിൽ വെളിച്ചെണ്ണ ആക്കാം. ദാ അതേപോലത്തെ ഈ ഒരു ചവണിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് മാറ്റിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇരിഞ്ഞങ്ങോട്ട് എടുക്കാൻ പറ്റും. നല്ല തേൻ വരിക്കേണ്ടത്. ഇതിൻ്റെ മണം എൻ്റെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ട് ഗൈസ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു കുരുവിനെ എങ്ങനെ അങ്ങോട്ട് പൊളിച്ചങ്ങോട്ട് എടുക്കുമ്പോൾ ദാ കുരുവിൻ്റെ മുകളിലുള്ള ഈ ഒരു പൊണ്ടി ഇങ്ങനെ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് എടുക്കാം. എന്നിട്ട് വേഗം എടുത്തിട്ട് പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കാനൊന്നും ഇല്ല കേട്ടോ. വേഗം വഴക്കിട്ട് അങ്ങോട്ട് കഴിക്കണേ. എന്ത് രസമാണോ, നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള അടിപൊളി വരിക്കച്ചക്കയാണ്. അതേപോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കേനെ നിങ്ങളുടെ നാട്ടിൽ വരിക്കച്ചക്ക തന്നെയാണോ പറയുക, വേറെ എന്തെങ്കിലും പേരുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തണേ. ഈ വർഷത്തെ ചക്ക തിന്നവരും ഞങ്ങളും തിന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു കമൻറ്റും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.